ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാടൻ കപ്പ പുഴുക്കും പിന്നെ അതിൻ്റെ കൂടെ അടിപൊളി ഒരു ചട്നിയുമാണ്. നമ്മുടെ ചാനലിൽ കപ്പ വെച്ചിട്ട് കപ്പ കൂന്തൽ മസാലയുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണണം. 2 റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് കൊത്തി അരിഞ്ഞ് വെക്കാം. ഇവിടെ നമ്മുടെ നാട്ടിൽ കപ്പയ്ക്ക് മരക്കിഴങ്ങെന്നാണ് കേട്ടോ പറയുക, കണ്ണൂരിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. കപ്പയുടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ചെറുതായിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. പാത്രത്തിൽ അടച്ചു വെച്ചും വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കിഴങ്ങ് മുങ്ങുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതിയാവും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വരുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നു. അപ്പോൾ പ്രഷറൊക്കെ മാറിയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിക്കളയാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 5-6 വറ്റൽമുളക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കണം. എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. പിന്നെ വെളുത്തുള്ളി മൊരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കപ്പ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിച്ചാൽ മതിയോ? ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണ്ടേ? കപ്പയും മീൻകറിയുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. എന്നാൽ ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ചട്നിയാണ്. നല്ല എരിവും മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഉള്ളി ചട്നി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉള്ളി ചട്നി തയ്യാറാക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി തന്നെയാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിരിയൻ മുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4 പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ വേണ്ട കേട്ടോ. ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം വെള്ളത്തിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ചേർക്കാം. എന്നാലും കൂടുതൽ മധുരം എന്തിനാ, അതുകൊണ്ട് തന്നെ പകുതി കഷ്ണമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം അധികമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സവാളയുടെ വെള്ളമൊക്കെ മതിയാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഒണിയൻ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2-3 സവാളയൊക്കെ എടുക്കുന്നതാണെങ്കിൽ അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതൽ എടുക്കാം. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. കടുക് താളിക്കാതെയും കഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മഴ പെയ്യുമ്പോൾ ചൂടോടെ കപ്പ പുഴുക്കും ഈ ഒരു ചട്നിയും നല്ല ചൂട് കട്ടൻ ചായയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്